ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഒരു കാർഡ്ബോർഡിൽ നമുക്ക് അറബിക് കാലിഗ്രാഫി പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇവിടെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഒരു കാർഡ്ബോർഡ് പീസാണ്. അളവൊന്നും പ്രത്യേകിച്ചൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു അളവ് എടുത്താൽ മതി. അപ്പോൾ അതിലേക്ക് നെക്സ്റ്റ് ഞാൻ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത് ബ്ലാക്ക് അക്രിലിക് പെയിൻ്റാണ്. നിങ്ങൾക്കിത് 25 രൂപയുടെ ചെറിയ ബോട്ടിലായിട്ടും കിട്ടും. പിന്നെ ഫ്ലാറ്റ് ബ്രഷ് യൂസ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് പെയിൻറ്റ് ചെയ്ത് കഴിയും. അതില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ബ്രഷോ അല്ലെങ്കിൽ ചെറിയ ബ്രഷോ അല്ലെങ്കിൽ സ്പോഞ്ചോ യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇതേപോലെ മുഴുവനായിട്ടും ബ്ലാക്ക് കോട്ട് അടിച്ചു കൊടുക്കുക. ഈ ഒരു പെയിൻറ്റ് പെട്ടെന്ന് നമുക്ക് കോട്ട് ചെയ്ത് കിട്ടും. ഇനി നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഒരു ഡിസൈനാണ്. അപ്പോൾ ഞാനിവിടെ കൂഫി കാലിഗ്രാഫിയിൽ അള്ളാഹുന്ന് ഒരു പേപ്പറിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ പെയിൻറ്റ് ചെയ്ത് വെച്ച കാർഡ്ബോർഡ് പീസിലേക്ക് പകർത്തണം. നമുക്ക് ഡയറക്റ്റ് നമ്മൾ ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത ക്യാൻവാസിലേക്കോ പേപ്പറിലേക്കോ നമ്മൾ ഡയറക്റ്റ് എഴുതുമ്പോൾ മിസ്റ്റേക്കൊക്കെ വന്നാൽ അത് മായ്ക്കാനും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും. അതിന് നമുക്ക് ബ്ലാക്ക് അങ്ങനെയുള്ള ഡാർക്ക് സർഫസിൽ ട്രേസ് എടുക്കാൻ പറ്റിയൊരു മെത്തേഡാണിത്. എന്ത് ഡിസൈൻ ആയിക്കോട്ടെ അതിൻ്റെ ബാക്ക് സൈഡിൽ ഇതേപോലെ ചോക്ക് വെച്ച് വരച്ചു കൊടുക്കുക. വൈറ്റ് ചോക്ക് തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ ചോക്ക് ആയതുകൊണ്ട് ഏത് കളറും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ചോക്ക് കുറച്ചൊന്ന് വരച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾക്ക് ഏത് ഇതിലേക്കാണോ ഡിസൈന് വേണ്ടതെന്ന് വെച്ചാൽ അവിടെ എന്ത് ചെയ്യാം, അത് താഴെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലെ കൂടെ വരച്ചു കൊടുത്താൽ മതിയേ. അപ്പോൾ ആ വീഡിയോ എൻ്റെ മിസ്സായി പോയിട്ടുണ്ട്. നമ്മൾ അച്ചടിക്കില്ലേ, അത് മനസ്സിലായിട്ടുണ്ട് വിചാരിക്കും. നമ്മൾ കാർബൺ പേപ്പറൊക്കെ വെച്ച് അച്ചടിക്കണ പോലെ തന്നെ ആ ഒരു ഡിസൈനിൻ്റെ താഴെ നമുക്ക് ആ ഒരു കാർഡ്ബോർഡ് പീസ് വെച്ചിട്ട് അതിൻ്റെ മേലെ കൂടെ വരച്ചാൽ ഡിസൈന് കിട്ടും. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് അതിൽ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്രേ കളർ പോലെ ഒരു സംഭവം മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് കുറച്ച് ബ്ലാക്കും കുറേ വൈറ്റുമാണ്. അത് കുറേ എന്ന് പറയുമ്പോൾ ഒരുപാടൊന്നുമില്ല, നിങ്ങൾ വീഡിയോ കാണുന്നില്ലേ, കുറച്ചൊരു എമൗണ്ട്. ഇപ്പോൾ ഇത്ര എമൗണ്ട് എടുത്തില്ല ഞാൻ, അത് തന്നെ കൂടുതലാണ് കേട്ടോ. ഇത്രയൊന്നും എടുക്കണ്ട, ഇതിൻ്റെ പകുതിയൊക്കെ എടുത്താൽ മതി. ഇവിടെ എന്താ മിസ്റ്റേക്ക് വന്നതെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ബ്ലാക്ക് എടുത്തത് കുറച്ച് കൂടിപ്പോയി. അപ്പോൾ വീണ്ടും വൈറ്റ് ഇട്ട് കളറ് കുറച്ചെടുത്താണ് കേട്ടോ. അങ്ങനെയാണ് പെയിൻറ്റ് കൂടിപ്പോയത്. അപ്പോൾ നിങ്ങൾ ഒരു പൊട്ട് പോലെ എന്താ മതി, കുറച്ച് മാത്രം ബ്ലാക്ക് എടുത്താൽ മതി കേട്ടോ. ഈ ഒരു ഗ്രേ കളറാണ് നിങ്ങൾ ചെയ്യാൻ വിചാരിക്കണമെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് ഇവിടെ യെല്ലോയോ റെഡോ അങ്ങനെ ഏത് കളർ വേണമെങ്കിലും കൊടുക്കാം. ഇതിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കുറഞ്ഞ് കൂടി കളിക്കുന്നുണ്ട്. അപ്പോൾ അവസാനം ഒന്ന് ശരിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനില്ലേ ഇംഗ്ലീഷ് കാലിഗ്രാഫിയൊക്കെ പേരെഴുതി വീഡിയോസ് ഇടുന്നില്ലേ ഇംഗ്ലീഷ് ഇതിൽ, അപ്പോൾ അത് ഒരുപാട് കമൻസ് വരുന്നതുകൊണ്ട് എനിക്ക് എല്ലാം കൂടെ ചെയ്തിട്ടു ഈ ചാനൽ തന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അതിന് ഷോർട്ടായിട്ട് അതായത് ഒരു ഷോർട്സ് ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ. അപ്പോൾ ആ ഒരു വീഡിയോ ഇല്ലേ, ഞാൻ പറഞ്ഞ വീഡിയോ, അത് പിന്നെ ഗാലറിയിൽ നോക്കിയപ്പോൾ തപ്പി കിട്ടി. അപ്പോൾ അത് ഞാൻ എന്തായിട്ട് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേപോലെയാണ് കേട്ടോ ട്രേസ് ചെയ്തെടുക്കുക. അപ്പോൾ ഇവിടെ ഞാൻ ഈ ഒരു കൂഫിക്ക് കാലിഗ്രാഫി എടുത്തുകൊണ്ട് നമുക്ക് ട്രേസ് ചെയ്യാൻ വളരെ ഈസിയാണ്. ഫുള്ള് ലൈൻസ് അല്ലേ, അതുപോലെ നിങ്ങൾക്ക് നോക്കി വരക്കാനും ഈസി ആയിരിക്കും. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ഇതിന് പകരം കൈവച്ച് വരക്കുന്നതിന് പകരം നിങ്ങൾക്ക് എന്ത് ചെയ്യാനോ ഇഷ്ടമുള്ള ഡിസൈന് ട്രേസ് എടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു കാർഡ്ബോർഡ് പീസിന് പകരം നിങ്ങൾക്ക് കേക്ക് ബോർഡൊക്കെ ഇല്ലേ, പഴയ കേക്ക് ബോർഡ്, അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് യൂസ് ചെയ്യാം. ആ ഒരു കേക്ക് ബോർഡിൽ ഇതുപോലെ ബ്ലാക്ക് പെയിൻറ്റ് അടിച്ച് കൊടുത്തിട്ട് ഉപയോഗിക്കട്ടെ, നല്ല ഭംഗിയുണ്ടാകും കേക്ക് ബോർഡിൽ ചെയ്താൽ. അപ്പോൾ കണ്ടോ, ഇതുപോലെ നമുക്ക് ട്രേസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വൈറ്റ്, അതായത് വീഡിയോയിൽ അത്ര വൈറ്റ് കാണിക്കുന്നില്ല ട്രേസ് എടുത്തത്. അത് ഇതിൻ്റെ റിംഗ് ലൈറ്റിൻ്റെ വെളിച്ചം കൊണ്ടാണ് തോന്നുന്നുണ്ട്. അല്ലാണ്ട് നമുക്ക് നല്ലോണം കാണാൻ പറ്റും കേട്ടോ. എനിക്ക് റിയലായിട്ടും നല്ലോണം കാണാൻ പറ്റുന്നുണ്ട്, പക്ഷേ വീഡിയോയിൽ അത്ര കാണുന്നില്ല. ഓക്കെ, ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പെയിൻ്റ് ഉണ്ടല്ലോ, എന്ത് ചെയ്യുക, ഈ ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് ഇതേപോലെ അതിൻ്റെ അകത്തൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് നിങ്ങൾ ഒരു ഹൗസ് വാമിങ് ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതേ സെയിം മെത്തേഡിൽ ക്യാൻവാസൊക്കെ വാങ്ങിയിട്ട് ഇതേപോലെ ചെയ്യാം. അതുപോലെ ക്യാൻവാസിൽ ആദ്യത്തെ കുറച്ച് ഇതുപോലെ ചെയ്യാൻ വീഡിയോസ് ആവശ്യമുള്ളവർ എന്ത് ചെയ്യുക, വീഡിയോ ലൈക്കും ചെയ്യുക, ഒന്ന് കമൻറ്റും ചെയ്യുക കേട്ടോ. അപ്പോൾ വീഡിയോസ് ഇഷ്ടമായ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുക കേട്ടോ. ഓക്കെ, ഇൻഷാ അല്ലാ നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണുന്നത് വരെ അസ്സലാമു അലൈക്കും, ബൈ ബൈ.